നമ്മൾക്ക് പറയാനുള്ളത്, വിധി ഏത് വെച്ചാലും CBI അന്വേഷണം നടത്തിയതിൽ CPMൻ്റെ പ്രധാന ആൾക്കാരെയൊക്കെ കുറ്റക്കാരായി കോടതി കണ്ടെത്തിയല്ലോ. അത് തന്നെ വലിയൊരു സംഭവമല്ലേ. CBI വന്നുകൊണ്ടാണല്ലോ അത് തെളിയിക്കാൻ പറ്റിയതും. അതിന് പരമാവധി ഞങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തി ഈ വേദനയുടെ മുമ്പിലും ഇത്രയൊക്കെ ഈ സർക്കാർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതിനെ മറികടന്നുകൊണ്ട് ധീരമായി നമ്മൾ കേസിനെ നേരിട്ടതുകൊണ്ടല്ലേ ഇത്രയും ഇവിടം വരെ എത്തിച്ചത്. അതിന് നമ്മൾക്ക് നമ്മളെ പ്രസ്ഥാനവും നാട്ടുകാരും അതുപോലെ എല്ലാ നല്ലവരായ മനുഷ്യരുമൊക്കെ കൂടെ ഉറച്ച് പിന്നിലുള്ളൊരു ആത്മബലമാണ് നമുക്ക് ഈ കേസിനെ ഇവിടം വരെ ഈ 6 വർഷമായിട്ട് ഇവിടെ കൊണ്ടെത്തിക്കാനും 160ഓളം സാക്ഷികളെ ഈ എറണാകുളം കോടതിയിൽ കൊണ്ടുവന്ന് വിസ്തരിക്കാൻ സാധിച്ചതും. അതിൻ്റെ പ്രയാസങ്ങൾ ഇതൊക്കെ ഒരു സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. ആ സർക്കാർ നേരെ തിരിച്ച് കൊല്ലുകയും കൊല്ലാക്കൊലയുകയും പിന്നെ നമ്മുടെ നാട്ടുകാരെയും ഞങ്ങളെ. ഇത് കേരളത്തിൻ്റെ ഒരു ഭരണ സംവിധാനം എന്ന് പറയുമ്പോൾ അതിനോളം വേദനിക്കുന്നൊരു സംഭവം എന്താ ഉള്ളത്? CPMൻ്റെ ആൾക്കാർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ? ഇവിടെ ജനാധിപത്യമില്ലേ, നീതിയില്ലേ? ഈ നുണവർച്ചിൽ മാത്രം അവരെ പാർട്ടിക്ക് അല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പ്രവണതയ്ക്ക് വേണ്ടി മാത്രം കൊല്ലുകയും അത് പാർട്ടിക്ക് മാത്രം വന്നുകൂടാ എന്ന് വേണ്ടിയിട്ട് എത്ര പണം വേണമെങ്കിലും ഖജനാവിൽ നിന്ന് ചെലവാക്കാനും മടിയില്ലാത്തൊരു സർക്കാർ. സുപ്രീം കോടതിയിലേക്ക് CBI അന്വേഷണം വേണ്ട എന്ന് സർക്കാർ പോകുന്ന സമയത്ത് തടസ്സ ഹർജിയുമായി നിങ്ങൾ മാതാപിതാക്കൾ ചെല്ലുന്നുണ്ടായിരുന്നു. 6 വർഷക്കാലമാണ് ഈ നിയമ പോരാട്ടം മുന്നോട്ട് പോയത്. പ്രതീക്ഷയുണ്ടായിരുന്നോ? 6 വർഷം പ്രതീക്ഷ കൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾക്ക് കോടതിയിലൊരു വിശ്വാസമുണ്ട്, സർക്കാരിൽ വിശ്വാസമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണല്ലോ നമ്മൾക്കൊരു ഈ CBI അന്വേഷണത്തിൽ ഞങ്ങൾ പോയതും. അവിടെ എത്ര കണ്ട് കഷ്ടപ്പാടുകൾ, ത്യാഗങ്ങളും സാമ്പത്തികം പരാതികളൊന്നും ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഈ സർക്കാർ നിമിത്തം. ഇതിൻ്റെ ആവശ്യം എന്താണ്? കുറ്റം ചെയ്തിട്ടുണ്ട് അവരെ പിടിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ, സർക്കാരിനെന്താ ഇത്ര ദണ്ണം? അതേ കൊല്ലിക്കാൻ വിട്ടവർ തന്നെ അവർ രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് CBI വരാൻ പാടില്ല. അതിൽ പല കള്ളങ്ങളും നുണകളും പറയും. CBI വന്നാൽ അത് ഞങ്ങൾ രാഷ്ട്രീയമാരി എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർ കൊന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും പോയിട്ട് പിടിക്കാൻ പറ്റുക? കൊലയാളികളെയല്ലേ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിക്കപ്പെടുന്ന CPMകാർ പോയിട്ട് നമ്മളെ മക്കളെ കൊന്നു കഴിഞ്ഞാൽ വേറെ ആരെയും പോയിട്ട് പിടിച്ച് പ്രതികളാക്കാൻ പറ്റുമോ? ഇവർക്ക് എങ്ങനെയാണ് ഈ നാടിൻ്റെ ഈ കള്ളങ്ങളും നുണകളും ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റി? ഒരാളെ കൊന്നു കഴിഞ്ഞാൽ മറ്റൊരു ഉദാഹരണത്തിന് മറ്റൊരു കൊന്നതിൻ്റെ വേദനയല്ല. ഇവർക്ക് കൊല്ലുക എന്ന് വെച്ചാൽ തകർക്കുക, തകർത്തടിച്ച് കേരളം പിടിച്ചെടുക്കുക. ഇത്രയും നീചമായ ഒരു പ്രസ്ഥാനമെന്ന് പറയാൻ തന്നെ നാണക്കേട് സംഭവമാണ്. നമ്മളൊരു വിധി, മനുഷ്യനൊരു ജന്മം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇല്ലാണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു പാർട്ടിയാണ് അവിടെ ഇരുന്ന് ഈ ജനങ്ങളുടെ മുമ്പ് ഒന്ന് പറയുന്നുണ്ടല്ലോ ഓരോരോ ആൾക്കാർ. അത് കൊല്ലുകയും കൊല്ലാക്കൊലയും ചെയ്യുകയല്ലേ. ഒരു നീതിന്യായ വ്യവസ്ഥയെ അതിനെ പോലും മാനിക്കാത്തവരാണല്ലോ ഈ CPM.